പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ? എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ. മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ്, പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി TTC, ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, MBA ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. മിനർവ അക്കാഡമി, തൃശൂർ. കേന്ദ്ര ബഡ്ജറ്റ് പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും പ്രയോജനമില്ലെന്നും സർക്കാർ ജീവനക്കാർക്കും നികുതിദായകർക്കും ഗുണം ചെയ്യുമെന്നും വടക്കാഞ്ചേരിയിലെ സാമ്പത്തിക വിദഗ്ധൻ വി അനിരുദ്ധൻ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ്, പൂർണ്ണ ബഡ്ജറ്റ് എന്ന് പറയുന്ന ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ആയതിൽ കൂടി പൊതുജനങ്ങൾക്ക് കേരളത്തിന് പ്രത്യേകിച്ചോ ഗുണങ്ങളൊന്നുമില്ല. സാധാരണഗതിയിലുള്ള കാര്യങ്ങൾ മാത്രം കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ എംപ്ലോയീസിന്, പെൻഷൻകാർക്ക് ചില ആനുകൂല്യങ്ങൾ കൂടുതലായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്കുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000-ൽ നിന്നും 75,000-ലേക്ക് ഉയർത്തുകയും ന്യൂ റെജീമിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗുണം സാധാരണ എംപ്ലോയീസിന്, കൂടാതെ കച്ചവടക്കാരിലാണെങ്കിലും ഇതുപോലത്തെ ഇൻകം പരിധികൾ നിൽക്കുന്ന ഇൻഡിവിജ്വൽസിന്, പാർട്ട്ണർഷിപ്പിനോ കമ്പനി ആക്ടിനനുസരിച്ചുള്ളവർക്കല്ല, ഇൻഡിവിജ്വൽസിന് അതിൻ്റേതായിട്ടുള്ള ന്യൂ റെജീമിൽ കുറച്ച് ഗുണങ്ങൾ കിട്ടും. പിന്നെ ഫാമിലി പെൻഷൻ വാങ്ങുന്നവർക്ക് 15,000 ഒന്നുണ്ടായിരുന്ന ഒരു ആനുകൂല്യം എക്സംഷൻ എടുത്തിട്ട് 25,000 വരെ ആക്കിയിട്ടുണ്ട്. അത് കുറേ കാലമായിട്ട് ആരും ടച്ച് ചെയ്യാവുന്ന ഒരു ബില്ലാണ്. പിന്നെ സ്വർണത്തിനും സിൽവറിനും ടാക്സ് തീരുവ കുറച്ചിട്ടുണ്ട്. അങ്ങനെ തീരുവ കുറച്ചതിൻ്റെ വെളിച്ചത്തിൽ ഗ്രാമിന് 400 രൂപയോളം 350 രൂപയോളം വില കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കള്ളക്കടത്ത് കുറയാനായിട്ടുള്ള സാധ്യത വരും. പിന്നെ കൂടുതൽ ആനുകൂല്യം ചെയ്തിരിക്കുന്നത് ആന്ധ്രയ്ക്കും ബീഹാറിനുമാണ്. കേരളത്തിനൊന്നും പ്രത്യേകിച്ചുള്ള ഒരു ആനുകൂല്യവും വന്നിട്ടില്ല.